പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ജനറൽ ആയിട്ട് ഇപ്പം കാണുന്ന പരസ്യങ്ങളാണ്. 23 രൂപയ്ക്ക് 2ക്ക് 2, 33 രൂപയ്ക്ക് 4ക്ക് 2. ഇതെല്ലാം കേൾക്കുമ്പം കസ്റ്റമേഴ്സ് കൺഫ്യൂസ്ഡ് ആണ്. കാരണം കജാരിയുടെ ടൈൽ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ഡീലർ പറയുന്ന 79 രൂപ, 84 രൂപ. അന്നേരം അതേ മാർക്കറ്റിൽ എങ്ങനെയാണ് 23 രൂപയ്ക്ക് 33 രൂപയ്ക്കൊക്കെ അതേ സാധനം കൊടുക്കാൻ പറ്റുന്നത്? അപ്പം ഡെഫിനറ്റ്ലി ഇതിനകത്ത് ഒരു ക്യാച്ച് ഉണ്ട്. ആ ക്യാച്ച് എന്തുവാണ്? ആര് ഈ മെറ്റീരിയൽ മേടിക്കണം, ആര് ഈ മെറ്റീരിയൽ മേടിക്കരുത്, മെറ്റീരിയൽ എടുത്താൽ ജനറൽ ആയിട്ട് എന്തൊക്കെ പ്രശ്നങ്ങൾ വരാം, ഇതിനെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡ്. സോ stay tuned. ഇതിലുള്ള ക്യാച്ച് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്നുകൂടെ ടൈൽ മാനുഫാക്ചറിങ് പ്രോസസ്സിലേക്ക് പോകണം. ടൈൽ മാനുഫാക്ചറിങ് പ്രോസസ്സിൽ അത് എസ്പെഷ്യലി ഇന്നത്തെ ഡിജിറ്റൽ ടൈൽസിനകത്ത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് അതിൻ്റെ ബോഡി, സെക്കൻഡ് അതിൻ്റെ പുറത്തിടുന്ന ഗ്ലേസ്. പ്രിന്റും കളറും ഈസ് നോട്ട് എ പ്രോബ്ലം. കാരണം ആ പ്രിന്റും കളറും എപ്പോഴും ബോഡിക്കും ഗ്ലേസിനും ഇടയ്ക്ക് സാൻഡ്വിച്ച് ആയിരിക്കുന്ന ഒരു പാർട്ടാണ്. അതിൽ തേയ്മാനം കാണണമെങ്കിൽ വർഷങ്ങൾ കഴിയണം. പക്ഷേ ആദ്യത്തെ തേയ്മാനം കാണുന്നത് ഗ്ലേസിന്റെ പുറത്താണ്, അതായത് ടൈലിന്റെ പുറത്ത് നമ്മുടെ കൈ തൊടുന്ന ആ ഭാഗം. സെക്കൻഡ്, ബോഡിയുടെ വിഷയം വരുന്നത് നല്ല ട്രാഫിക് ഉള്ളപ്പോഴാണ്. നല്ല ട്രാഫിക് ഉള്ള സ്ഥലത്താണ് ബോഡി അതിന്റെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും കാണിച്ചു തുടങ്ങുന്നത്. സോ ആദ്യം ബോഡിയിൽ നിന്ന് തുടങ്ങാം. വിട്രിഫൈഡ് എന്ന് പറഞ്ഞ് വിൽക്കുന്ന പല പ്രൊഡക്ട്സും 4ക്ക് 2, 2ക്ക് 2 സൈഡിൽ അത് വിട്രിഫൈഡ് അല്ല. സോ വിച്ച് മീൻസ് അത് സോർട്ട് ഓഫ് സെമി വിട്രിഫൈഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതിന് വിട്രിഫൈഡ് പ്രൊഡക്ട്സിന്റെ വാട്ടർ പെനിട്രേഷൻ അല്ല ഉള്ളത്. ഇൻഫാക്ട് ഒരു സിറാമിക് പ്രൊഡക്ട്സിന്റെ വാട്ടർ പെനിട്രേഷൻ ആണുള്ളത്. അത് പ്രോബ്ലം ആണോ എന്ന് ചോദിച്ചാൽ ഇല്ല, പ്രോബ്ലം അല്ല. പക്ഷേ നമ്മളെ സിറാമിക് പ്രൊഡക്റ്റ് വിട്രിഫൈഡ് ആയിട്ട് വിൽക്കുമ്പം ടെക്നീഷ്യൻസ് അതിന് വേണ്ട പ്രിക്കോഷൻസ് എടുക്കാതെ അത് വിരിക്കാൻ നോക്കും. വിച്ച് മീൻസ് സിറാമിക് പ്രൊഡക്ട്സിന് ക്യൂറിംഗ് ആദ്യം കൊടുക്കണം. വിച്ച് മീൻസ് അതിനെ വെള്ളത്തിൽ മുക്കി വെക്കണം. മുക്കി വെച്ചിട്ട് അത് നന്നായിട്ട് ഡ്രെഞ്ച് ആയി കഴിഞ്ഞാൽ അതിന്റെ കാപ്പിലറി എഫക്ട് ആക്ടിവേറ്റ് ചെയ്താലേ ആ പ്രൊഡക്റ്റ് കാലാകാലം അവിടെ നിൽക്കുകയുള്ളൂ. സോ ഫസ്റ്റ് ചതി അവിടാണ്. സെക്കൻഡ്, ഇതിനകത്ത് വരുന്ന ഗ്ലേസ് ആണ്. ഗ്ലേസ് ഒരു വളരെ ട്രിക്കി ഒരു ഇഷ്യൂ ആണ്. ഈ കാണുന്നത് കജാരി എറ്റർണിറ്റിയുടെ അഡ്മിറൽ ബ്രൗൺ 8x4 സൈസ് സ്റ്റൈലാണ്. ഇതിന്റെ പുറത്ത് ഇട്ടേക്കുന്ന ഗ്ലേസ് സോർട്ട് ഓഫ് വേൾഡ് ക്ലാസ് ഗ്ലേസ് ആണ്. ലോകത്തിലെ ഏറ്റവും നല്ല ഗ്ലേസ് ആണ് ഇട്ടേക്കുന്നത്. പക്ഷേ ഇതേ ഗ്ലേസ് ഇതിന്റെ 10-1 വിലയ്ക്കും മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപക്ഷെ ആ ഗ്ലേസുകളാണ് ഈ കമ്പനീസ് അവരുടെ മെറ്റീരിയലിന്റെ പുറത്ത് ഇടുന്നത്. അതിന്റെ വ്യത്യാസം എവിടെ വരുന്നതെന്ന് വെച്ചാൽ ഇത് പെട്ടെന്ന് തേയ്മാനം എടുത്ത് കാണിക്കും. വിച്ച് മീൻസ് നമ്മൾ നടക്കുന്ന ഭാഗങ്ങൾ, നമ്മൾ ഒരു വീട്ടിൽ 1000-1500 സ്ക്വയർ ഫീറ്റ് ടൈല് വിരിച്ചാലും അതിന്റെ നടപ്പാത കൂടിപ്പോയ ഒരു 50 സ്ക്വയർ ഫീറ്റ് ആയിരിക്കും. അതായത് ആ ടൈലിനകത്ത് 90% അതിന്റെ പുറത്ത് അതിന്റെ ഓക്യുപ്പൻസ് നടക്കുന്നത് ഒരു 50 സ്ക്വയർ ഫീറ്റ് ടൈലിന്റെ പുറത്തൂടെ ആയിരിക്കും. സോ 1500 സ്ക്വയർ ഫീറ്റ് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ഫുട്ഫോൾ ഒരിക്കലും 1500 വീഴത്തില്ല. അപ്പം ഈ നടക്കുന്ന പാതകൾ ഫിക്സഡ് ആണ്, നാരോ പാതകളാണ്. അതേ കൂടെ നടന്ന് ഈ ഗ്ലേസ് പെട്ടെന്ന് തേയ്മാനം കാണിക്കും. വില കൂടിയ ടൈൽസ് ആ തേയ്മാനം കാണിക്കാൻ ഒരുപാട് വർഷങ്ങൾ എടുക്കും. സോ അവിടാണ് സെക്കൻഡ് ക്യാച്ച്. ഈ ടൈല് അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് മാർക്കറ്റിൽ വരുന്നത്? ചതി കൂടാതെ കാര്യമായിട്ടും ഈ ടൈല് മേടിക്കാൻ കസ്റ്റമർ ബേസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതാണ് ഈ വീട് വെച്ച് കൊടുക്കുന്ന കോൺട്രാക്ടേഴ്സ്, അല്ലെങ്കിൽ ജസ്റ്റ് എന്തെങ്കിലും വിരിച്ച് കിട്ടിയാൽ മതി, വലിയ ഉപയോഗമുള്ള സ്ഥലമല്ല എന്നൊക്കെ പറയുന്നിടത്ത് ഈ ടൈൽസ് വേണമെങ്കിൽ ഉപയോഗിക്കാം. കാരണം വീട് വെച്ച് കൊടുക്കുന്നത് ടേൺകി പ്രൊജക്ട്സ് ചെയ്യുന്ന കോൺട്രാക്ടേഴ്സ് ആണ് ഈ പ്രൊഡക്റ്റിന്റെ ഏറ്റവും വലിയ ഉപഭോക്താക്കൾ. പിന്നെ ഇത് ആര് ഉപയോഗിക്കരുത് എന്ന് ചോദിച്ചാൽ സീരിയസ് ആയിട്ട് ഒരുപാട് വർഷത്തെ പണം ശേഖരിച്ചു വെച്ച് വളരെ ആഗ്രഹത്തോടെ വീട് വെക്കുന്നവർ ഈ ടൈൽസ് ഉപയോഗിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ 55 രൂപയുടെ ടൈൽസ് മുതലാണ് ക്വാളിറ്റി പ്രൊഡക്ട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. അതിന് താഴെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഇതാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ട്രാഫിക് ഉള്ള സ്ഥലത്ത് ഈ ടൈൽസ് ഉപയോഗിക്കാതിരിക്കുക. വലിയ ട്രാഫിക് ഇല്ലാത്ത സ്ഥലത്ത് നമുക്ക് ഈ ടൈൽസ് ഉപയോഗിക്കാം. ഡെഫിനറ്റ്ലി ഇക്കണോമിക്കൽ ആണ്, നല്ലൊരു അവസരമാണ്, എല്ലാവരും പോയി മേടിക്കണം. പക്ഷേ ഇതിനകത്ത് പ്രോബ്ലം ഉണ്ട്. അധികം താമസിക്കാതെ അല്ലെങ്കിൽ ഉപയോഗത്തിന്റെ രീതി മാറുമ്പം ഒരുപക്ഷെ വളരെ പെട്ടെന്ന് തന്നെ ഈ ടൈൽസ് മാറ്റിയിടേണ്ടി വന്നേക്കാം. അത് അറിഞ്ഞിരിക്കുക. So see you in another episode. Until then, bye.